ദിലീപ് കേസിലെ വിക്ടിം നടി ഇന്നലെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ വസതിയായ ക്ലിഫ് ഹൗസിലാണ് ആ നടി എത്തിയത്. കൂടെ ഒരു പ്രശസ്ത സംവിധായകനും അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ലേഡിയും ഒപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ഈ കേസിലെ അപ്പീൽ സർക്കാർ കൊടുക്കണം, കുറ്റവാളികൾ ഇപ്പോഴും പകൽ വെളിച്ചത്തിലുണ്ട്, അതുകൊണ്ട് സർക്കാർ അപ്പീൽ പോകണം, അടിയന്തരമായി നടപടി എടുക്കണം. മുഖ്യമന്ത്രി ആ പെൺകുട്ടിയുടെ ആ അവസ്ഥ മനസ്സിലാക്കി, നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് അവർ കരഞ്ഞു പറഞ്ഞു. മുഖ്യമന്ത്രി അത് അംഗീകരിച്ചു. അടിയന്തരമായിട്ട് ഈ കേസിന് ഹൈക്കോടതിയിലെ അപ്പീൽ കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത 10 ദിവസത്തിനകം നമുക്കറിയാം ഇതിൻ്റെ അപ്പീൽ ഹൈക്കോടതി ചെല്ലും. ആ പെൺകുട്ടിയുടെ മൊഴി വായിച്ചു നോക്കുന്ന മനുഷ്യഹൃദയമുള്ള ആർക്കും ആ കുറ്റവാളികളെ ആരോടും ക്ഷമിക്കാൻ കഴിയില്ല. അത്ര കടത്തപരമായി, വികൃതപരമായി, ക്രൂരപരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ആ മൊഴി കഴിവുള്ളിടത്തോളം ആ ജഡ്ജ്മെന്റിനകത്തുണ്ട്. ആ മൊഴി യഥാർത്ഥത്തിൽ കേരളത്തിലെ മലയാളികളെല്ലാം വായിച്ച് നോക്കണം. എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിയില്ല. 90% ആൾക്കാർ പീഡിപ്പിച്ചെന്നല്ലാതെ എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ള കൃത്യമായി ആ പെൺകുട്ടി ആ മൊഴി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സൂരുകും അത് വായിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു മൊഴിയാണ് കോടതി കൊടുത്ത്. ആ മൊഴി കോടതി അതേപടി പറയാതിരിക്കാനായിട്ട് വലിയ ശ്രമങ്ങൾ കോടതിക്കകത്ത് പ്രതിഭാഗം വക്കീലന്മാരെല്ലാവരും യോജിച്ചുകൊണ്ട് നടത്തിയത് നമുക്കറിയാം. ആ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കോടതി വെച്ച് മർദ്ദിക്കാനും വരെ അവസരം വന്നു എന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും സത്യം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ തീരുമാനം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നിശ്ചയം, അതുപോലെ തന്നെ ആ കേസിനകത്ത് മിനി എന്ന അഡ്വക്കേറ്റിന് ഒരു റോളും ആ കേസിനകത്ത് ഇല്ലെങ്കിലും ഒരു ഫോർമലായിട്ട് ഒരു വക്കാലത്ത് അവരിട്ട് ആ കേസിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അഡ്വക്കേറ്റ് മിനി. അവരെയും വളരെയധികം യൂട്യൂബുകളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഉപദ്രവിച്ചു. അവർ കണ്ണീരും കയ്യുമായിട്ട് ഇരിക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിക്ക് അടുത്ത് ആ പെൺകുട്ടി ആ കഥകളെല്ലാം നരേറ്റ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അത് ഉൾക്കൊണ്ടു. കൃത്യമായ അപ്പീല് 10 ദിവസം ഹൈക്കോടതി ഫയൽ ചെയ്യും. അണിയറയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരണം എന്നൊക്കെ വാർത്തകൾ വരുന്നത് നമുക്ക് കാണാം. നീതി ലഭിക്കും അതിജീവിതയ്ക്ക് എന്ന് കരുതുന്നു. ശിക്ഷ ഏറ്റവും മിനിമം ആണല്ലോ കൊടുത്ത 6 പേർക്ക്. മറ്റേ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് തെളിവില്ല എന്നാണ് കോടതിയുടെ പക്ഷം. അതെന്തോ ആയിക്കോട്ടെ, ആ പക്ഷത്തിന് ഒരു മറുപക്ഷമുണ്ട്. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അത് പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അടിയന്തരമായി അപ്പീൽ ഫയൽ ചെയ്യും എന്ന് മുഖ്യമന്ത്രി ആ പെൺകുട്ടിക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അത് തന്നെയല്ല, പെൺകുട്ടി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന 2ാം പ്രതി മാർട്ടിൻ ആന്റണി, അവനാണ് ഏറ്റവും വലിയ ചതിയൻ. പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോയിട്ട് അവർക്ക് പീഡിപ്പിക്കാനുള്ള അവസരം കൊടുത്തവനാണ് 2ാം പ്രതി. ആ മാർട്ടിനെ ജാമ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവന് ഒരു പുതിയ കള്ളക്കഥ സൃഷ്ടിച്ചു. അതൊക്കെ അയാള് ആ വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അയാൾ തന്നെ പറയുന്നത് കണ്ടു. സംഭവം എങ്ങനെയാണ് നടന്നത് എന്നുള്ള ഒരു പുതിയ കഥ. ആ കുട്ടിയെ അവമാനിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നുമല്ല, ആ പെൺകുട്ടിയുടെ ഭാഗത്തുള്ള ആ വീഴ്ചയാണ്, അതായത് പെൺകുട്ടിയെ ആരും പീഡിപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ സത്യത്തിന് വിരുദ്ധമായ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ അയാളുടെ ഒരു 10-20 മിനിറ്റിന്റെ ടോക്ക് നമുക്ക് കാണാം പ്രതിയുടെ. അത് വളരെ അധികം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അതിൻ്റെ പിന്നിലുള്ള ബ്രെയിനി പീപ്പിള്, ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ ഈ കേസിന് കൗണ്ടറായിട്ട് ആ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കോടതിയുടെ വിധിയാണ് ശരി എന്ന് ഉള്ള രീതിയിൽ, ദിലീപിന് അതിനകത്ത് റോളില്ല എന്നുള്ള രീതിയിലും ഇത് വേറൊരു കഥയാണ്, അതാണ് സംഭവം ട്വിസ്റ്റ് ചെയ്ത് പോലീസ് ആ കോടതിയിൽ അവതരിപ്പിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തത്
എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഓഡിയോ വീഡിയോയുടെ അയാളുടെ ദീർഘമായ സംഭാഷണം. അത് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. കാരണം ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണല്ലോ അവതരിപ്പിക്കുന്നത് എങ്കിൽ തന്നെയും അങ്ങനെയൊന്ന് കേരളത്തിൽ പല സ്ഥലത്തും അത് പലരും കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അയാൾ ഈ പ്രോസിക്യൂഷൻ കേസിനെതിരായും ഒരു കൃത്രിമ കഥയുണ്ടാക്കിയും ആ പെൺകുട്ടിയെ വീണ്ടും അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതിനെതിരായി ശക്തമായ നടപടി എടുക്കണം എന്നും പറഞ്ഞു. ഏതായാലും ഗവൺമെന്റ് തീരുമാനമെടുത്തു. ആ ഓഡിയോ വീഡിയോ സാധനം ബാൻ ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ അത് എയറിലാക്കിയ അതിൻ്റെ ഉത്തരവാദിത്തം രണ്ടാം പ്രതിക്കാണ്. അയാളുടെ ടോക്കാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പം വൈറലായിട്ടുണ്ട്. ആ കഥയെ അറിയാൻ പലരും അത് നോക്കുന്നുണ്ട്. പുതിയൊരു കഥയാണല്ലോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണ് അതിൻ്റെ ക്യാമറാമാൻ, ആരാണ് അത് ഷൂട്ട് ചെയ്തത്, ആരാണ് അത് എയറിലാക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം ഉടൻ പോലീസ് നടത്തും. അതെന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമാകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വ്യാപകമായ രീതിയിൽ ഈ പെൺകുട്ടിയെ ഇപ്പം അപകീർത്തിപ്പെടുത്താനുള്ള ആ നടിയെ അപകീർത്തിനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഇതുവരെ അത് നിന്നില്ല. പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിന് ശേഷവും വീണ്ടും അടുത്ത പീഡനം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെ ഈ പെൺകുട്ടിയെ ഇപ്പോഴും പീഡിപ്പിക്കാനും ആ പ്രതിക്കൊപ്പം പ്രതികളുടെ പിന്നിൽ ആരാണ്? അത് ദിലീപാണ് എന്ന് പറഞ്ഞത് കോടതിക്ക് വിശ്വാസമായില്ല. കോടതിയിലെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ആ 120B ഗൂഢാലോചന കോടതിയിലെ കൃത്യമായി ബോധിപ്പിച്ചെങ്കിലും കോടതി അത് അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു കോടതിയിൽ എന്നുള്ള കാര്യം ഇനി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. എന്തിനാണ് ഈ കേസിനകത്ത് 7 മുതൽ 10 വരെ പ്രതികളെ വെറുതെ വിട്ടത്? എങ്ങനെ? അതിൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണ് അത് ആ ലോവർ കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്തില്ല? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമുക്ക് അതിൻ്റെ വാദഗതികൾ കേൾക്കാം. കാരണം സത്യം ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.